ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അബൂസ് വേൾഡ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ള ബ്രെഡ് വെച്ചിട്ട് ഒരു സിമ്പിൾ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. ഇപ്പോൾ ഇതാ ഞാൻ അതിനായിട്ട് കുറച്ച് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഇപ്പം പ്രത്യേകിച്ച് അളവൊന്നുമില്ല ബ്രെഡിന്. നിങ്ങൾക്ക് ആവശ്യമുള്ള എത്ര വേണോ, എത്ര ക്വാണ്ടിറ്റി വേണോ അതനുസരിച്ച് ബ്രെഡ് നമുക്ക് ഇതിനകത്ത് യൂസ് ആക്കാവുന്നതാണ്. ഇനി നമുക്ക് ഈ ബ്രെഡിനെ എല്ലാം ഒന്ന് ചെറിയ ചെറിയ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. എന്താ ചെറുതായിട്ട് ഈ ഒരു ഇതേ കണ്ടോ, ഈ ഒരു പരുവത്തിൽ നമുക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ബാക്കിയുള്ള ബ്രെഡ് കൂടെ ഞാൻ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ സ്റ്റൗവിലേക്ക് ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. പാൻ ഒന്ന് ചൂടായി വന്നാൽ അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ഒന്ന് ചൂടായി വന്നു കഴിഞ്ഞാൽ ഒരു മീഡിയം സൈസിലുള്ള സവാള ചെറുതായിട്ട് അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം. സവാളയൊന്ന് വാടി വരുന്ന ടൈമിൽ ഞാൻ ഇതിലേക്ക് ഒരു അത്യാവശ്യം മീഡിയം സൈസുള്ള ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി കൂടി ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുകൂടി ജസ്റ്റ് ഒന്ന് നമുക്ക് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് രണ്ടും കൂടി അത്യാവശ്യം ഒന്ന് വഴണ്ട് വന്നു കഴിഞ്ഞാൽ നമുക്കിനി ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ചിക്കൻ മസാല ഇതുകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ 1 ടേബിൾ സ്പൂണോളം ടൊമാറ്റോ സോസ് കൂടെ ചേർത്ത് കൊടുക്കണം. നിങ്ങൾക്ക് ഫ്ലേവറിൻ്റെ അനുസരിച്ച് 1 ടേബിൾ സ്പൂണോ 2 ടേബിൾ സ്പൂണോ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. പ്രത്യേകിച്ച് അളവൊന്നുമില്ല. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ഈ പൊടികളുടെ എല്ലാം ഒന്ന് പച്ചമണം ഒന്ന് മാറ്റിയെടുക്കാം. ഈ പൊടികളെല്ലാം ഒന്ന് വാടി വന്നാൽ നമുക്കിതിലേക്ക് 2 കോഴിമുട്ട കൂടെ പൊട്ടിച്ചൊഴിക്കാം. എന്നിട്ട് നമുക്കിതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരുപാട് കുക്കായി വരണ്ട, എന്നാലും അത്യാവശ്യം മുട്ടയൊന്ന് കുക്കായി വരുന്ന ടൈമിൽ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ആ ബ്രെഡ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ദാ ഞാൻ ആ ബ്രെഡെല്ലാം ഈ മസാലയിലേക്ക് ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു ടൈമിൽ നമുക്ക് വേണമെങ്കിൽ ചിക്കൻ മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പെല്ലാം കൂടിയിട്ട് വേവിച്ചതോ അല്ലെങ്കിൽ ബീഫോ അങ്ങനെ ചെയ്തിട്ട് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇല്ലെങ്കിലും ഇങ്ങനെ തന്നെ ചെയ്താലും നല്ല ടേസ്റ്റാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെയും കൂടെ ചെയ്യാവുന്നത്. ഇപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ബ്രെഡ് മസാല ഇവിടെ റെഡി ആയി കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും. ഈ ബ്രെഡൊന്നും ഇഷ്ടമില്ലാത്ത ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിയാൽ നല്ല ടേസ്റ്റി ആയിട്ട് തോന്നും. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനും ഈവനിങ് സ്നാക്കും ഒക്കെ ആയിട്ട് കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടെ ആ ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടെ സെലക്ട് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും.